മോശയെ വിളിക്കുന്ന ദൈവം. മോശ തന്റെ അമ്മായിപ്പനും മിദിയാനിലെ പുരോഹിതനുമായ യെത്രോയുടെ ആടുകളെ മേച്ചു കഴിയുകയായിരുന്നു. അവൻ മരുഭൂമിയുടെ മറുഭാഗത്ത് ആടുകളെ നയിക്കവേ ദൈവത്തിന്റെ മാലയായ ഹോറേബിൽ എത്തിച്ചേർന്നു. അവിടെ ഒരു മുൾപടർപ്പിന്റെ മധ്യത്തിൽ നിന്ന് ജ്വലിച്ചുയർന്ന അഗ്നിയിൽ കർത്താവിന്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു. മുൾപടർപ്പിന്റെ മധ്യത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു. അവൻ വിളി കേട്ടു. അവിടുന്ന് ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച് കാനാൻ ദേശത്തേക്ക് നയിക്കുവാൻ മോശയെ ചുമതലപ്പെടുത്തി. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആദ്യം ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരെ ചെന്ന് കാണുക. അവരോടൊന്നിച്ച് രാജാവിനടുത്തെത്തി ഇങ്ങനെ പറയണം: ഹെബ്രായരുടെ ദൈവമായ കർത്താവ് ഞങ്ങളെ സന്ദർശിച്ചിരിക്കുന്നു. 3 ദിവസം യാത്ര ചെയ്ത് മരുഭൂമിയിൽ ഞങ്ങളുടെ കർത്താവ് ദൈവത്തിന് ബലി അർപ്പിക്കുവാൻ ഞങ്ങളെ അനുവദിക്കുക. കർത്താവ് ഏൽപ്പിച്ച ഈ വലിയ ദൗത്യം നിറവേറ്റാനായുമെന്ന് മോശ ഭയപ്പെട്ടു. അതറിഞ്ഞ ദൈവം അവന് 2 അത്ഭുത വരങ്ങൾ നൽകി. മോശയുടെ കയ്യിലുണ്ടായിരുന്ന വടി നിലത്തിടാൻ കർത്താവ് കൽപ്പിച്ചു. വടി നിലത്തിട്ടപ്പോൾ അത് സർപ്പമായി മാറി. മറ്റൊരു വരം കൂടി മോശയ്ക്ക് ലഭിച്ചു. മോശ തന്റെ കൈ മാറിടത്തിൽ വെച്ചു. കൈ തിരിച്ചെടുത്തപ്പോൾ അത് വെളുത്ത കുഷ്ഠ പോലെ കാണപ്പെട്ടു. ഒരിക്കൽ കൂടി കൈ മാറത്തോട് ചേർത്ത് വെച്ചപ്പോൾ അത് പൂർവ്വസ്ഥിതിയിലായി. കർത്താവ് പറഞ്ഞു, ഈ 2 അടയാളങ്ങൾ വിശ്വസിക്കാതിരിക്കുന്ന പക്ഷം നീ നദിയിൽ നിന്നും കുറെ വെള്ളം എടുത്ത് കരയിൽ ഒഴിക്കുക. നദിയിൽ നിന്ന് നീ എടുക്കുന്ന ജലം കരയിൽ രക്തമായി മാറും. അഹ്റോന്റെ നിയമനം. മോശ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ഒരിക്കലും വാക്ചാതുരിയുള്ളവനായിരുന്നില്ല. അങ്ങ് ദാസനോട് സംസാരിച്ചതിന് ശേഷവും അങ്ങനെ തന്നെ. സംസാരിക്കുമ്പോൾ നാവിന് തടസ്സമുള്ളവനാണ് ഞാൻ. അപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു, നിനക്ക് അഹ്റോൻ എന്നൊരു സഹോദരനുണ്ടല്ലോ. അവൻ നിന്റെ അടുത്തേക്ക് വരും. നിനക്ക് പകരം അവൻ ജനത്തോട് സംസാരിക്കും. അവൻ നിന്റെ വക്താവായിരിക്കും. നീ അവന് ദൈവത്തെ പോലെയാകും. ഈ വടി കയ്യിലെടുത്തു കൊള്ളുക. നീ അതുകൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. മോശ ഈജിപ്തിലേക്ക്. കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് മോശ ഈജിപ്തിലെത്തി. ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരോട് കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം അറിയിച്ചു. അവർക്ക് മുൻപിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. പിന്നീട് മോശയും അഹ്റോനും ഫറവോയെ ചെന്ന് കണ്ടു. ഇസ്രായേൽക്കാരെ വിട്ടയക്കണമെന്ന് അപേക്ഷിച്ചു. എന്നാൽ ഫറവോ അവരുടെ അഭ്യർത്ഥന നിഷ്കരുണ നിരസിച്ചു. അവർ 2ാമത് ഫറവോയുടെ അടുത്തെത്തി ഇസ്രായേൽക്കാരെ സ്വതന്ത്രരാക്കണമെന്ന് അപേക്ഷിച്ചു. എന്നാൽ ഇത്തവണ പ്രയോജനമൊന്നും ഉണ്ടായില്ല. അപ്പോൾ മോശയുടെ നിർദ്ദേശപ്രകാരം അഹ്റോൻ തന്റെ കയ്യിലിരുന്ന വടി നിലത്തിട്ടു. അത് സർപ്പമായി മാറി. ഫറവോ മന്ത്രവാദികളെ വിളിച്ചു വരുത്തി അവന് തങ്ങളുടെ വടികൾ സർപ്പങ്ങളാക്കി മാറ്റി. എന്നാൽ അഹ്റോന്റെ വടി അവരുടെ വടികളെ വിഴുങ്ങിക്കളഞ്ഞു. ഇത് കണ്ടൊന്നും ഫറവോയുടെ മനസ്സ് മാറിയില്ല. അവന്റെ ഹൃദയം കഠിനമായി മാറി.